ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായ ഡൽഹിക്കെതിരെ മുംബൈക്ക് നാടകീയ വിജയമായിരുന്നു സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ആദ്യ ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈയുടെ രോഹിത് ശർമ്മയും റിക്കിൾട്ടണും ചേർന്ന് മികച്ച തുടക്കമായിരുന്നു നൽകിയത്. ഇവർ പുറത്തായതിനു പിന്നാലെ വന്ന സൂര്യകുമാറും തിലക് വർമ്മയും നമൻതിറും ചേർന്ന് ഉഗ്രൻ ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. 33 ബോളിൽ 3 സിക്സ് ഉൾപ്പെടെ 59 റൺസ് നേടിയ തിലക് വർമ്മയായിരുന്നു ടോപ്പ് സ്കോറർ. 205-ൽ 5 എന്ന ശരാശരി വിജയ ടോട്ടൽ മുംബൈ കണ്ടെത്തി. തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹിക്ക് ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി. തുടർന്ന് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ മലയാളിയായ കരുൺ നായർ മുംബൈ ബൌളിംഗ് നിരയെ അടിച്ചു നിലംപരശാക്കുന്ന കാഴ്ചയാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കണ്ടത്. ഒരു വേള മുംബൈ തോൽവി അറിഞ്ഞിരുന്നു. അഭിഷേക് പോറൽ മികച്ച പിന്തുണ നൽകി. 5 സിക്സ് ഉൾപ്പെടെ 40 ബോളിൽ 89 റൺ നേടി. കരുൺ നായർ പുറത്താകുമ്പോൾ ഡൽഹി വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ പിന്നെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഒന്നിന് പുറകെ ഒന്നായി 135-ൽ 2-ൽ നിന്ന് 180-ൽ 7 എന്ന അവസ്ഥയിലായി. 19-ാം ഓവറിൽ ബൂംറ ബൌളിങ്ങിന് വരുമ്പോൾ അവർക്ക് വിജയിക്കാൻ വേണ്ടത് 23 റൺസ്. ആദ്യ 3 ബോളിൽ ഡൽഹി വിജയം ഏറെക്കുറെ ഉറപ്പിച്ചു. പിന്നെ എറിഞ്ഞ് 3 ബോളുകളിലാണ് വീണ്ടും നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. 3 ബോളിൽ 3 റണ്ണൌട്ടുകൾ. കാണികളെ അമ്പരപ്പിച്ചുകൊണ്ട് മുംബൈ 12 റൺസിന് വിജയിക്കുകയായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ കരൺ ശർമ്മയായിരുന്നു ഡൽഹിക്ക് അന്തകനായത്. 4 ഓവറിൽ 36 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ സ്വന്തമാക്കിയ കരൺ തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്.